മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ എം.ടി. വാസുദേവൻ നായരുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോൾ എം.ടി. വാസുദേവൻ നായർ. എം.ടിക്ക് ഹൃദയാഘാതം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും സാഹിത്യ സാംസ്കാരിക മേഖലയിലെ സുഹൃത്തുക്കളും എം.ടിയെ ആശുപത്രിയിലെത്തി കണ്ടു. കാണുമ്പോൾ വലിയ അവശത അദ്ദേഹം അനുഭവിക്കുന്നുണ്ട് എന്നാണ്. ശ്വാസം ഇത് വെച്ച് വലിക്കുന്നുണ്ടെങ്കിലും മറ്റ് പ്രതികരണങ്ങളൊന്നുമില്ല. പക്ഷേ കയ്യും കാലുമൊക്കെ അനങ്ങുന്നുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത്. നേരത്തെ ഒരു 11 മണിക്കുള്ള നിലയിൽ നിന്ന് ഒരു മാറ്റവും ഇപ്പോഴില്ല. എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ബുള്ളറ്റിൻ മുഖാന്തരം ജനങ്ങളെ അറിയിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 2 ദിവസം മുമ്പ് ഇവിടെ അഡ്മിറ്റ് ചെയ്തത് ശ്വാസതടസ്സം കൊണ്ടാണ്. അപ്പോൾ അത് മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമുക്ക് പറയാവുന്നൊരു കാര്യം അത് ക്രിട്ടിക്കലാണ്. ശരീരത്തിൽ പ്രാണവായു ഓക്സിജൻ കുറവാണ് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അപ്പോൾ ഒന്നും പറയാൻ കഴിയാത്തൊരു സന്നിഗ്ധാവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത്. കണ്ടു, ഡോക്ടർമാരുമായി സംസാരിച്ചു, ബഹുമാന്യ എം.ടിയുടെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട്. ഡോക്ടർമാർ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, എല്ലാ മെഡിക്കൽ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്, സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അല്ല, അതെ, ഡോക്ടർമാർ സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവരുടെ കുടുംബാംഗമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്, എല്ലാവിധ മെഡിക്കൽ സപ്പോർട്ടും കൊടുത്തുകൊണ്ടാണ് പോകുന്നത്. ബേബി മെമ്മോറിയൽ ആശുപത്രി പരിസരത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ദീപക് ധർമ്മടം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ദീപക്, ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് എം.ടി. വാസുദേവൻ നായരെ 3 ദിവസം മുൻപാണല്ലോ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിനിടയിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെ വഷളായി എന്നുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ എന്താണ് ഡോക്ടർമാർ പറയുന്നത്? എം.ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണോ? നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന ആ വലിയ മനുഷ്യൻ എം.ടി എന്ന 2 അക്ഷരത്തിലൂടെ മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥാകാരൻ, എഴുത്തുകാരനായി. അതുകൊണ്ട് തന്നെ എം.ടി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലും പ്രാർത്ഥനയിലുമാണ് മലയാളം. എന്നാൽ അതേ സമയത്ത് ഡോക്ടേഴ്സ് നൽകുന്ന വിവരം നമുക്ക് അത്രമേൽ ആശാവഹമല്ല. പക്ഷേ അദ്ദേഹത്തെ ഏറ്റവും ഒടുവിൽ കണ്ട മന്ത്രി A.K. ശശീന്ദ്രനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ പ്രതീക്ഷിക്കുന്നു എം.ടി തിരിച്ചു വരുമെന്നാണ്. കാരണം എം.ടി ഭാഷയിലെ ഒരു അത്ഭുതമാണ്, എഴുത്തിലെ അത്ഭുതമാണ്, അദ്ദേഹം ജീവിതത്തിലും അത്ഭുതമാണ് എന്ന് പലകുറി ആശുപത്രിയിൽ പോയി അത്യാസന്ന നിലയിൽപ്പെട്ട് തിരിച്ചു വന്ന സമയത്തെല്ലാം കാണിച്ചതാണ്. പക്ഷേ ഡോക്ടേഴ്സ് ഏറ്റവും ഒടുവിൽ 11 മണിയോടെയാണ് മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങിയത്. അതിൽ ഹൃദയാഘാതം ഏറ്റിരിക്കുന്നു. ഇപ്പോൾ സ്റ്റേബിളാണ്, അതായത് സ്ഥിതിയിൽ മാറ്റമില്ലാതെ തുടരുന്നു. അതായത് പുരോഗതിയും കാണാനില്ല, എന്നാൽ അതേപോലെ കൂടുതൽ ക്രിട്ടിക്കലാവുന്നുമില്ല എന്നുള്ളതാണ് ഡോക്ടേഴ്സിൻ്റെ വാദം. പക്ഷേ എന്നാൽ വിദഗ്ധരുമായി സംസാരിക്കുമ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും തുടർന്നുള്ള ഇത് പറയാൻ പറ്റൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മലയാളം, എം.ടിയെ സ്നേഹിക്കുന്നവർ, മലയാള ഭാഷയെയും സാഹിത്യത്തെയും സ്നേഹിക്കുന്നവർ ഈ എം.ടിയുടെ എഴുത്തുകളെയൊക്കെ പരിഗണിച്ചാണ് ഒരുപക്ഷെ മലയാളത്തിന് ക്ലാസിക്കൽ പദവി കിട്ടിയത്. നമുക്കറിയാവുന്നതാണ്, എം.ടി തൊട്ടതെല്ലാം പൊന്നാക്കിയതാണ്. അതുകൊണ്ട് തന്നെ എം.ടി ഈ പുതുവത്സര പുലരിയിൽ നമ്മളോടൊപ്പം ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ. ഇടയ്ക്കൊരു സമയത്ത് ചില മണിക്കൂറുകളിൽ നമ്മളെ അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്ന തരത്തിൽ എം.ടിയുടെ ആരോഗ്യനില വളരെ വഷളായി എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇടസമയത്ത് വന്നിരുന്നു. മന്ത്രിമാർ, സാംസ്കാരിക രംഗത്ത് എം.ടിയുടെ സുഹൃത്തുക്കൾ, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിരുന്നവർ, ആരാധകർ, അങ്ങനെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ ആശുപത്രിയിൽ കാണാനെത്തുകയും ചെയ്തു. കണ്ടുവന്നവരുടെ പലരുടെയും പ്രതികരണങ്ങൾ, മന്ത്രിമാരുടെയും ഇപ്പോൾ കാരശ്ശേരി മാഷെ പോലെയുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെയും ഒക്കെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടതാണ്. അദ്ദേഹം ഒരു അവശത അദ്ദേഹം അനുഭവിക്കുന്നുണ്ട്, ശ്വാസ തടസ്സം അദ്ദേഹത്തിന് ഉണ്ട്. ഇപ്പോൾ കാരശ്ശേരി മാഷൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പ്രാണവായുവിൻ്റെ അളവ് കുറയുന്നു, ഓക്സിജന്റെ അളവ് കുറഞ്ഞിരിക്കുന്നു എന്നത് ആശങ്കപ്പെടുത്തുന്ന ഒരു സ്ഥിതിയാണ് എന്നാണ്. അപ്പോൾ അവരെല്ലാം കണ്ടുമടങ്ങിയ ആരോഗ്യ നിലയിൽ നിന്ന് പുരോഗതി ഉണ്ടോ എം.ടിക്ക്? അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും പുതിയ വിവരങ്ങൾ ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഗോപി, എം.ടിയെ കണ്ട കാരശ്ശേരി മാഷ്, അതുപോലെ തന്നെ തോട്ടത്തിൽ രവീന്ദ്രൻ, മന്ത്രി A.K. ശശീന്ദ്രൻ, ഇവരോടൊക്കെ വ്യക്തിപരമായി സംസാരിച്ചതാണ്.
മാത്രവുമല്ല MTയെ ചികിത്സിക്കുന്ന മെഡിക്കൽ ബോർഡ്, ആ ബോർഡിലെ ഡോക്ടേഴ്സ് പറയുന്നത് 25% പ്രതീക്ഷ എന്നുള്ളതാണ്. അവർ സാങ്കേതികമായി ഡോക്ടേഴ്സ് അത് പറയുന്നത് 25% മാത്രമാണ് പ്രതീക്ഷ എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ MTയെ സ്നേഹിക്കുന്നവർ വലിയ പ്രതീക്ഷ പുലർത്തുകയാണ്. കാരണം MT അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ആളാണ്. പലകുറി MT ആശുപത്രിയിൽ പോയി അത്യാസന്ന നിലയിൽ അപകടാവസ്ഥയിലായിട്ടും ICUവിൽ നിന്നും തിരിച്ചു വന്നിട്ടുണ്ട്. വളരെ കൃത്യമായി ചില നിലപാടുകൾ MT പറഞ്ഞിട്ടുണ്ട്. അത് MT ഒരു കാരണവശാലും വെന്റിലേറ്ററിലേക്ക് മാറ്റരുത് എന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ ഓക്സിജൻ കൃത്രിമ ശ്വാസം മാത്രമാണ് നൽകുന്നത്, വെന്റിലേറ്ററിലേക്ക് മാറ്റിയിട്ടില്ല. വെന്റിലേറ്ററിലാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും തുടരാൻ സാധിക്കും. പക്ഷേ എന്നാൽ അങ്ങനെയല്ല, ശ്വാസോച്ഛ്വാസത്തിന് വേണ്ടിയുള്ള സംവിധാനം മാത്രമാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ എങ്കിലും MTയെ സ്നേഹിക്കുന്നവർ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് MT തിരിച്ചു വരുമെന്നുള്ളത്. പക്ഷേ ആരോഗ്യ വിദഗ്ധർ പറയുന്നത് പ്രതീക്ഷ വളരെ കുറവാണ് എന്നുള്ളതാണ്. കാരണം നേരിയ പുരോഗതി പോലും ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ആരാധകർ ഇപ്പോഴും MT തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ഗോപി. ശരി, MT വാസുദേവൻ നായരുടെ ആരോഗ്യനില സംബന്ധിച്ച പുതിയ വിവരങ്ങൾ നമ്മൾ കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഒരു ഘട്ടത്തിൽ വളരെയധികം വഷളായിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പ്രാണവായുവിന്റെ അംശം, ഓക്സിജന്റെ അളവ് തീരെ കുറഞ്ഞു പോയിരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ശ്വാസതടസ്സം MTക്ക് അനുഭവപ്പെട്ടിരുന്നു. 3 ദിവസം മുൻപാണ് അദ്ദേഹത്തെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 91 വയസ്സാണ് MTക്കുള്ളത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ഇപ്പോൾ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ? പുതുതായി പുറത്തിറങ്ങാൻ പോകുന്ന മെഡിക്കൽ ബുള്ളറ്റിനിലൂടെ ആയിരിക്കും നമുക്ക് MT വാസുദേവൻ നായരുടെ നിലവിലെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചിട്ടുള്ള പുതിയ വിവരങ്ങൾ ലഭ്യമാകുക. നിലവിൽ അദ്ദേഹം വെന്റിലേറ്ററിൽ തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച പുതിയ വിവരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രതീക്ഷകളോടുകൂടി കാത്തിരിക്കാം. ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകുകയായിരുന്നു. അതിനിടയിൽ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള MT വാസുദേവൻ നായരെ കണ്ടു മടങ്ങി. അദ്ദേഹം ഒരു പ്രതികരണം നൽകിയിട്ടുണ്ട്. അതിലേക്കാണ്. മലയാളികൾ മാത്രമല്ല, കേരളത്തിനപ്പുറത്തുള്ള ഗോവ ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശങ്ങളിലെ ആളുകളുടെയും പ്രാർത്ഥന MTയോടൊപ്പമുണ്ട്. ഒരു കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും വിശ്വസാഹിത്യകാരൻ്റെ നിലവാരത്തിലേക്ക് ഉയർന്നവരിൽ ഒന്നാമനായി എനിക്ക് MTയെ പറ്റി തോന്നുന്നു. സാഹിത്യം വഴി ഒരു സമൂഹത്തിൻ്റെ, ഒരു സമാജത്തിൻ്റെ മാനബിന്ദുവായി, നായകനായി മാറാൻ സാധിക്കും. പക്ഷെ അത് അവിടെ മാത്രമായി ഒതുങ്ങി നിൽക്കാതെ സാംസ്കാരിക രംഗത്തും നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ സാഹിത്യരംഗത്ത് കുറവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം വൈദ്യശാസ്ത്രം എല്ലാവിധ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ മകളും ഡോക്ടർമാരും എന്നോട് അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ സാധ്യമായ എല്ലാ ശ്രമങ്ങളും അതോടൊപ്പം പ്രാർത്ഥനയും നടക്കുന്നുണ്ട്. ദീപക്, ഇനി എപ്പോഴാണ് ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങുക? ഇപ്പോൾ ഒരു മെഡിക്കൽ ബോർഡാണല്ലോ അദ്ദേഹത്തിന്റെ പരിശോധനകൾ നടത്തുന്നത്. അദ്ദേഹത്തിന് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അവരുടെ വിദഗ്ധ ചികിത്സയും പരിശോധനകളും നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ എപ്പോൾ പുറത്തിറക്കും? അതിലൊരു സാധ്യത കാണുന്നുണ്ടോ? ഗോപി, ഔദ്യോഗികമായൊരു മെഡിക്കൽ ബുള്ളറ്റിൻ പെട്ടെന്നുണ്ടാവാനുള്ള സാധ്യത കാണുന്നില്ല. പക്ഷേ എന്നാൽ നേരിയ പുരോഗതിയെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള കൂടുതൽ സങ്കീർണത ഉണ്ടായാൽ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കണമെന്ന് ഈ മെഡിക്കൽ ബോർഡിനോട് മന്ത്രിമാർ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യം മന്ത്രി AK ശശീന്ദ്രൻ നമ്മളോട് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അദ്ദേഹം 24 സംസാരിക്കുമ്പോൾ തന്നെ ആ കാര്യം പറഞ്ഞതാണ്. കാരണം MTക്ക് എന്താണ് MTയുടെ അവസ്ഥ എന്ന് അറിയാൻ ലോകത്തെ മലയാളികൾക്ക് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ വിശ്വസാഹിത്യത്തെ സ്നേഹിക്കുന്നവർക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഏതെങ്കിലും നിലയിൽ, ഇപ്പോഴുള്ള ആരോഗ്യ നിലയിൽ നിന്നും എന്തെങ്കിലും മാറ്റമുണ്ടായാൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റല്ലാതെ ഏതെങ്കിലും സമയം ഇതുവരെയും പറഞ്ഞില്ല. അദ്ദേഹത്തെ ചികിത്സിക്കുന്ന രഘുറാം ഡോക്ടർ, അതുപോലെ തന്നെ പ്രദീപ് ഡോക്ടർ, ഇവരോടെല്ലാം നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. ബേബി ആശുപത്രിയിലുള്ള അധികൃതരുമായും ബന്ധപ്പെടുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഇതുവരെയും അത്തരത്തിൽ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ എപ്പോൾ ഇറങ്ങുമെന്നുള്ള ഒരു സ്ഥിരീകരണവും ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഏതെങ്കിലും നിലയിലുള്ള ആരോഗ്യസ്ഥിതിയിൽ മാറ്റമുണ്ടായാൽ ഉടൻ തന്നെ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. ഗോപി, ശരി. ദീപക് ധർമ്മടം ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത്. MT വാസുദേവൻ നായരുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. മെഡിക്കൽ ബുള്ളറ്റിൻ അവസാനമായി ഇറങ്ങിയപ്പോൾ അതിൽ ഹൃദയസ്തംഭനം MTക്ക് ഉണ്ടായി എന്നുള്ള വിവരമായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ശരീരത്തിലെ പ്രാണവായുവിന്റെ, ഓക്സിജന്റെ അളവ് കുറഞ്ഞു പോയി എന്നുള്ള സാഹചര്യമുണ്ട്.